ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു ഡോക്യുമെൻ്ററി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് അനു എന്ന ഞാൻ 10 വർഷം കഴിഞ്ഞുള്ള അനുവിനോട് പറയുന്ന ഒരു കാര്യം. ഇന്നത്തെ എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് 10 വർഷം കഴിഞ്ഞിട്ടുള്ള അനുവിനെ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അനു, ഇന്ന് 2026 ജൂൺ 8. നാളെ നിൻ്റെ ബർത്ത്ഡേ ആണ്. ആരും വലുതായിട്ട് നിൻ്റെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യില്ല. നിനക്ക് പക്ഷേ നിൻ്റെ ബർത്ത്ഡേ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. കാരണം 22 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ ഇപ്പോഴത്തെ കൺസെപ്റ്റിൽ അത് വലിയൊരു ഏജാണ്. അപ്പോൾ അതിനുള്ള മെച്യൂരിറ്റിയോ വളർച്ചയോ ഒന്നും നിനക്ക് ഇതുവരെ വന്നിട്ടില്ല. നിൻ്റെ മെൻ്റൽ സ്റ്റേജ് വരെ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അതിന് നിന്ന് നീ വളർന്നിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നീ കേൾക്കുമ്പോൾ ചിലപ്പോൾ നീ നല്ല മെച്യൂർഡായിട്ടുള്ളൊരു പേഴ്സൺ ആവാം. ഇത് ഞാൻ 10 വർഷം മുമ്പുള്ള ഞാൻ എന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 22 വയസ്സാകുമ്പോൾ ഞാൻ ഒരു മെച്യൂർഡായിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. ഞാനായിരിക്കും എൻ്റെ വീട്ടിലത്തെ ഫുൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആൾ. അതേപോലെ തന്നെ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വുമൺ ആയിരിക്കും. പക്ഷെ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഡിഗ്രി പഠിക്കുകയാണ്, 3rd ഇയർ. അതേപോലെ തന്നെ തൃശ്ശൂർ പോയി നിൻ്റെ ആഗ്രഹം പോലെ നീ ദൂരത്ത് പോയി പഠിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ദൂരത്ത് പോയി പഠിച്ചിട്ട് നീ അവിടെ സ്ട്രഗിൾ ചെയ്യാണ്. അവിടെ നീ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കുറേ ഹാർട്ട് ബ്രേക്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നീ ഇപ്പോഴും ആരെയോ ആലോചിച്ച് കഴിയുകയാണ്. ആ ആളെ നിനക്ക് ഭാവിയിൽ കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ ബെസ്റ്റി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ നീ ഒരു ഗുഡ് ഗേൾ തന്നെയാണ്. അപ്പോഴും ഇപ്പോഴും അന്നും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ 22 വയസ്സെന്ന് പറയുമ്പോൾ എനിക്ക് നാളത്തേക്ക് ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. ഒരു ചേച്ചിയിൽ നിന്ന് ഞാനൊരു ആൻറ്റിയിലേക്ക് മാറുകയാണോ എന്നൊരു ചിന്ത. പക്ഷെ ആരും എന്നെ ആൻറ്റി എന്ന് വിളിക്കരുത്. എൻ്റെ മോൻ കണ്ടാ അറിയില്ല, എനിക്ക് അതിന് മാത്രം പ്രായമൊന്നുമില്ല. പ്രായമൊന്നും ആവാനായിട്ടില്ല എനിക്ക്. പക്ഷെ 2004 ജനിച്ചു പോയത് കൊണ്ട് മാത്രം എനിക്ക് 22 വയസ്സാവും. ഇപ്പം നിൻ്റെ അവസ്ഥ ഉള്ളത് ഈ ബാക്കി കാണുന്ന വായല്ലേ, അതുപോലെ എനിക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് ഒരു പ്രയോജനം തരുന്നില്ല. നിനക്ക് കുറേ അച്ചീവ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും നീ ആ കൊലയ്ക്കാത്ത വാഴ പോലെ ഇരിക്കുകയാണ്, മടിച്ചിരിക്കുകയാണ് നീ. അപ്പോൾ നീ ഒരു കൊടുമുടി വരെ വളരുന്ന ഒരു കുട്ടിയാവണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നാളെ നിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ്